പരിപാടിയുടെ ഉദ്ഘാടന വേദിയിലാണ് നമ്മളിപ്പോൾ ആഗതരായിരിക്കുന്നത്. വായനയ്ക്കായി ഒരു ദിനം, അതാണ് ജൂൺ 19. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ, മലയാളികളെ വായനയുടെ അത്ഭുത ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു വലിയ മനുഷ്യന്റെ പുസ്തകങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കാനും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹായത്തോടെ നല്ല പുസ്തകങ്ങൾ തെരഞ്ഞെടുത്ത് വായന ഒരു ശീലമാക്കാൻ എല്ലാ മക്കൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. അതിനായി നമ്മുടെ സ്കൂൾ കൊയർ ടീമിനെ ക്ഷണിക്കുന്നു. We are gathering together unto him shall the gathering of the people be. We are gathering together unto him. ഏതൊരു മലയാളിക്കും വളരെ പ്രിയപ്പെട്ടതാണ് മലയാളം. ലോകമെമ്പാടും പ്രശസ്തിയാർജിച്ച ഭാഷയാണ് മലയാളം. മാതൃഭൂമിയുടെ മധുരം മലയാളം പദ്ധതിയുടെ സ്വാഗതം പറയുന്നതിനായി സ്കൂൾ അക്കാഡമിക് കോർഡിനേറ്റർ സജിയെ പോൾ സാറിനെ ക്ഷണിക്കുന്നു. നമ്മളുടെ ഇന്ന് 2 പ്രോഗ്രാമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒന്ന് മധുരം മലയാളം പരിപാടിയുടെ ഉദ്ഘാടനവും മറ്റൊന്ന് വായനാവാരത്തിൻ്റെ ഉദ്ഘാടനവും. വായനാവാരത്തിൻ്റെ ഉദ്ഘാടകനായി എത്തിയിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നമ്മളുടെ ബഹുമാനപ്പെട്ട മെമ്പർ ശ്രീ ജെയിംസ് ചേട്ടൻ. നമ്മളുടെ ഇന്നത്തെ ഈ പരിപാടി ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുക, തുടക്കം കുറിക്കുകയാണ്. ഒന്ന്, മാതൃഭൂമിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മധുരം മലയാളം പരിപാടി. കുട്ടികളിൽ വരുന്ന തലമുറയിലെ വായനാശീലം വളർത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്, അതിൽ നിന്ന് എത്രമാത്രം ഇപ്പോഴത്തെ തലമുറ മാറിപ്പോയിരിക്കുന്നു, അതുകൊണ്ടുണ്ടായിരിക്കുന്ന ദൂഷ്യഫലങ്ങൾ എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് കഴിഞ്ഞ കുറച്ച് നാളായി നമ്മളുടെ ഈ സെൻറ്റ് ജോർജ് കലാലയം മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ടും മാറ്റങ്ങൾ കൊണ്ടുവരുവാനായിട്ടും ക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ മധുരം മലയാളം പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്യാനായിട്ടിടവും. സെൻറ്റ് ജോർജ് സ്കൂളിൽ നമ്മൾ ഈ വർഷത്തിൻ്റെ അധ്യയന വർഷത്തിൻ്റെ ആരംഭം മുതൽ തന്നെ രാവിലെ 10 മണി എന്നുള്ളത് സ്കൂൾ അവേഴ്സ് തുടങ്ങുന്നത് 10 മണി എന്നുള്ളത് അത് 9:30 തുടങ്ങി ഏകദേശം അരമണിക്കൂർ സമയം വായനയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയും കേരളത്തിലെ പ്രമുഖമായ ഒരു ദിനപത്രം വരുത്തി, ഒരു മലയാള ദിനപത്രവും ഒരു ഇംഗ്ലീഷ് ദിനപത്രവും വരുത്തി കുട്ടികളുടെ വായനാശീലം വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതിൻ്റെ പ്രവർത്തന രേഖ നമ്മൾ തയ്യാറാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ദ ഹിന്ദു എന്ന് പറയുന്ന ഇംഗ്ലീഷ് പത്രവും മാതൃഭൂമി എന്ന് പറയുന്ന ആ മലയാള പത്രവും സ്ഥിരമായി വരുത്തുവാനും അതെല്ലാ ദിവസവും ക്ലാസ് റീഡിംഗ് നടത്തുവാനും അതിലൂടെ കുട്ടികളുടെ വായനാശീലം വർദ്ധിപ്പിക്കുവാനും ഒപ്പം മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇവർക്ക് ഒന്ന് വായിക്കാൻ, ഇവരുടെ റീഡിംഗ് കപ്പാസിറ്റി ഒന്ന് വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ആ പരിപാടി തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ സ്കൂളിനെ സഹായത്തിൻ്റെ ഒരു വലിയ ദൂതുമായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നു എൻ്റെ നാട് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം. ഇന്ന് വായനാ ദിനമാണ്. സാധാരണ എല്ലാ വർഷവും നമ്മൾ വായനാ ദിനം ഒരു ദിവസമാണ് ആഘോഷിക്കാറുള്ളത്. ഈ വർഷം നമ്മളതൊരു വാരം, ഒരു ആഴ്ച, ഒരു ആഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളും മത്സര പരിപാടികളും ഒക്കെയായിട്ട് ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം നടത്തുകയാണ്. വായനാ ദിനം, അതും ഇതോട് ഈ പറയുന്ന മധുരം മലയാളം പരിപാടിയോട് വളരെയേറെ ബന്ധമുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് ഇന്ന് ഈ വേദിയിൽ വെച്ച് തന്നെ ഇതിൻ്റെ 2ൻ്റെയും ഉദ്ഘാടനം നടത്തുകയാണ്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയിംസ് കോർബേൽ അവരാണ്. ഇത് രണ്ടും ഒത്തൊരുമിച്ച്, അതായത് ഈ ഒരു ആഴ്ച നമുക്ക് ഈ പറയുന്ന മലയാളം ഇംഗ്ലീഷ് ഇത് 2ൻ്റെയും റീഡിങ്ങും അതിൻ്റെ ഈ എന്തുകൊണ്ടാണ് ഈ ഗ്രന്ഥശാലയും കാര്യങ്ങളും അതിൻ്റെ ചരിത്രവും അത് തുടങ്ങുവാനായിട്ടുള്ള വ്യക്തിയുടെ പേരും ആ കവിയുടെ പേരും ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മളതിൻ്റെ ക്വിസ് പ്രോഗ്രാം നടത്തുന്നുണ്ട്, റീഡിംഗ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്, അതുപോലെ വീഡിയോ കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്, ചർച്ചകൾ ഡിസ്കഷൻ നടത്തുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു മത്സരം ഗ്രൂപ്പ് വൈസിന് അതെല്ലാം ഈ ദിവസങ്ങളിൽ നടത്തി അടുത്ത ബുധനാഴ്ച അതിൻ്റെ സമാപനം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഇന്ന് ഈ വലിയ വേദിക്ക് ഈ ധന്യമുഹൂർത്തത്തിന് ഇവിടെ സാക്ഷികളായി എത്തിച്ചേരുവാനായിട്ട് വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നൊരു വലിയ ചടങ്ങാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ആതിഥേയ ടീമിലെ അംഗം എന്ന നിലയിൽ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ട് ഇതിന്
സ്വാഗതം ആശംസിക്കുന്നത്. ഇന്ന് നമ്മളുടെ ഈ യോഗം നിയന്ത്രിക്കുന്നത്, ഇതിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്നത് നമ്മളുടെ സ്വന്തം വാർഡ് മെമ്പർ എന്ന് പറയാം. നമ്മുടെ ഈ സ്ഥാപനം, നമ്മുടെ ഈ പള്ളി ഒക്കെ ഇരിക്കുന്ന ഈ വാർഡിൻ്റെ സ്വന്തം മെമ്പർ ശ്രീ എൽദോസ് ഗിരി അവരുകളാണ്. ഇതിൻ്റെ അധ്യക്ഷ വേദിയിലേക്ക് ഞാൻ യാതൊരു മുഖവരകളും കൂടാതെ ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും ആത്മാർത്ഥതയോടെ, നിറഞ്ഞ മനസ്സോടെ ശ്രീ എൽദോസിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തതായി സ്വാഗതം ആശംസിക്കാനുള്ള നമ്മുടെ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്, ഞാൻ ആദ്യം സൂചിപ്പിച്ചു, എൻ്റെ നാട് എന്ന് പറയുന്ന ആ വലിയ പ്രസ്ഥാനത്തിൻ്റെ ഹൈപ്പവർ കമ്മിറ്റി അംഗം, ഒപ്പം നമ്മളുടെ സ്വന്തം എന്ന് വേണമെങ്കിൽ പറയാം, നമ്മളുടെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ജനപ്രതിനിധി കൂടിയാണ് അദ്ദേഹം, ശ്രീ ജോഷി അവർ. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. കലാലയത്തിൻ്റെ അപ്പൻ, ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നും നമ്മളെ സ്നേഹിക്കുകയും ലാളിക്കുകയും ശാസിക്കുകയും വഴികാട്ടുകയും ഒക്കെ ചെയ്ത് നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്ന നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ മാനേജർ അച്ഛനെ ശ്രീ റവറൻഡ് ഫാദർ വർഗീസ് പുതുമലക്കുടി, അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മുടെ ഈ വായനാവാരം ഉദ്ഘാടനം ചെയ്യുന്നത് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ ബിൻസി മോഹൻ അവറുകളാണ്. ഞാൻ യാതൊരു മുഖവരിക്കും ഇവിടെ സ്ഥാനമില്ല, കാരണം നമ്മുടെ സ്വന്തം ആളാണ്. നമ്മുടെ സ്കൂളിൻ്റെ ഗവേണിംഗ് ബോഡിയിലുണ്ട്, അതുപോലെ പള്ളിയുടെ കമ്മിറ്റിയിലുണ്ട്, അതുപോലെ നമ്മുടെ സ്കൂളിൻ്റെ എന്ത് കാര്യവും ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്നേഹത്തോടുകൂടി ആത്മാർത്ഥത്തോടുകൂടി ചെയ്തു വരുന്ന ശ്രീമതി ബിൻസിയെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ ഒന്നാം വാർഡ് മെമ്പർ ശ്രീ രേഖ രാജു അവർ, അദ്ദേഹം നമ്മളുടെ ഇന്ന് ഇവിടെ സന്നിഹിതയായിട്ടുണ്ട്. നമ്മുടെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. അദ്ദേഹത്തെയും ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. കൊച്ചു ചെറുപ്പം മുതൽ എന്നെ കയ്യെ പിടിച്ച് പള്ളിയിൽ കൊണ്ടുപോയി സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ആദ്യപാഠങ്ങൾ പറഞ്ഞു തരികയും, അതുപോലെ തന്നെ എൻ്റെ ഒരു കുടുംബ സുഹൃത്തായിട്ട് എൻ്റെ കുഞ്ഞു ചെറുപ്പം മുതൽ, ഞാൻ വടകോറക്കാരൻ, വടകോറ ജനിച്ചു വന്നതാണ്, അന്ന് മുതലേ എന്നെ ഏറ്റവും സ്നേഹത്തിൽ ഒരു മകൻ്റെ സ്ഥാനത്തു നിന്ന് എന്നെ കരുതി പോരുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജെയിംസിയാണ്. അദ്ദേഹത്തെ ഞാൻ ഏറ്റവും ആദ്യം തന്നെ സ്വാഗതം പറയുക എന്ന് പറഞ്ഞു ഞാൻ ശ്രദ്ധിക്കപ്പെടില്ല, അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ലാസ്റ്റിലേക്ക് നീങ്ങിയത്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും ആത്മാർത്ഥതയോടെ സെൻറ് ജോർജ് സ്കൂളിൻ്റെ പേരിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മുടെ ഈ പരിപാടിയുടെ ചുക്കാൻ പിടിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഇത് ആലോചിച്ച് അന്ന് മുതൽ ഒരു 25 പ്രാവശ്യമെങ്കിലും ഞങ്ങൾക്ക് ഫോണിലൂടെ എന്നെ നിരന്തരം ഇതിൻ്റെ സംഭവങ്ങൾ പറഞ്ഞ് കോൺടാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ബേസിൽ കെ പത്രോസ് എന്നാണ്. മാതൃഭൂമിയുടെ ജൂനിയർ സെയിൽസ് ഓർഗനൈസറാണ്. എനിക്ക് തോന്നുമായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റാഫിനെ ഒരു പ്രസ്ഥാനത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വലിയൊരു മുതൽക്കൂട്ടാണ്. അദ്ദേഹമാണ് ഈ പദ്ധതിയുടെ എന്താണ് ഈ പദ്ധതി എന്ന് വിശദീകരിച്ച് നമ്മോട് സംസാരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ സംസാരത്തിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. ഏറ്റവും സ്നേഹത്തോടെ ശ്രീ ബേസിലിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മളുടെ സ്കൂളിന് നേതൃത്വം തരുന്ന ഈ പള്ളിയുടെ 2 ട്രസ്റ്റിമാർ, ശ്രീ ഓക്കെ ജോസഫ് ആൻഡ് ഷാജു അമ്മമ്പുളം, രണ്ടുപേരും നമ്മുടെ വേദിയിൽ സന്നിഹിതരാണ്. നമ്മുടെ സ്കൂളിൻ്റെ നിസ്സാര കാര്യം പറഞ്ഞാൽ പോലും നല്ല സപ്പോർട്ട് നൽകി, നമ്മുടെ പിന്തുണ നൽകി നമ്മളെ കാത്തു പരിപാലിക്കുന്ന 2 പേരെയും ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം. നമ്മുടെ ഏറ്റവും സ്നേഹനിധിയായ നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ വലിയ സാർ, അദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞ 1-2 വർഷമായി നമ്മളോട് വളരെ ആത്മാർത്ഥമായിട്ട്, നമ്മുടെ കഴിഞ്ഞ ഒരു വർഷം PTA പ്രസിഡന്റായിരുന്നു, ഈ വർഷം വീണ്ടും ഐകകണ്ഠേനം എന്നൊക്കെ പറയുന്ന രീതിയിൽ തിരഞ്ഞെടുത്തിട്ടു, വീണ്ടും PTA പ്രസിഡന്റായിട്ട് ഈ ഒരു വർഷം കൂടി കിട്ടുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി. അദ്ദേഹത്തെയും ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ ഗവേണിംഗ് ബോഡി കമ്മിറ്റി അംഗം ശ്രീമതി ആനിസ് ജോണി കടാതി എന്ന് വേണമെങ്കിൽ പറയാൻ കഴിക്കേക്കുള്ളൂ. ആനിസ് ചേച്ചിയെ നിങ്ങൾ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, സ്കൂളിൻ്റെ ഏത് കാര്യത്തിനും എപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. ആനിസ് ചേച്ചിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ ഇൻചാർജ് നിഷ രാജേഷ്, നമുക്കെല്ലാവർക്കും ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്യുന്ന കാര്യത്തിലും നമുക്ക് നേതൃത്വം തരുന്ന കാര്യത്തിലും എല്ലാം വളരെ നിതാന്ത ജാഗ്രതയോടുകൂടി നമ്മളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ശ്രീമതി നിഷ രാജേഷിന് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും.
ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മിക്ക വടാട്ടുപാറയിലെ മിക്ക ആളുകളും രാവിലെ കണി കാണുന്ന ഒരു വ്യക്തിയുണ്ട്. അത് നമ്മുടെ തൈമാലിയിലെ ജോസേട്ടൻ രാവിലെ പത്രവുമായിട്ട് ഒരു പാട്ടൊക്കെ പാടി ഒരു സൈക്കിളിൽ വെല്ലൊക്കെ അടിച്ച് നമ്മുടെ വീടുകളിൽ വരുമ്പോഴായിരിക്കും നമ്മൾ മിക്കവാറും കണ്ണുചിരി എഴുന്നേറ്റ് വരിക. ഒരു പ്രതീക്ഷയുണ്ട്, പേപ്പർ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ. അപ്പം നമ്മളെ എന്നും രാവിലെ വന്ന് വിളിച്ചേൽപ്പിക്കുന്ന ജോസേട്ടൻ അതുപോലെ തന്നെ നമ്മുടെ വായനയിലേക്ക് നമ്മൾ വിളിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അത്യധികം പണിയെടുത്ത വ്യക്തി കൂടി അദ്ദേഹം ഈ ഒരു പരിപാടി ഇവിടെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നന്നായി ശ്രമിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജോസേട്ടനെയും ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ ഏറ്റവും സ്നേഹമുള്ള നമ്മുടെ സഹപ്രവർത്തകരായ അധ്യാപകർ, മാതൃഭൂമിയുടെ മറ്റ് സഹപ്രവർത്തകർ, രക്ഷാകർത്താക്കൾ, വിദ്യാർത്ഥികൾ, PG എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഇവിടെ വന്നിരിക്കുന്ന ഈ പരിപാടിയിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. ഈ മധുര മലയാളം ആ പ്രാദേശികമായിട്ടുള്ള സന്നദ്ധ സംഘടനയെ കൊണ്ടുപിടിച്ചുകൊണ്ട് മാതൃഭൂമി വലിയൊരു സന്ദേശമാണ് ഈ നാടിന് കൊടുക്കുന്നത്. അത് നേതൃത്വം കൊടുക്കാൻ കോതമംഗലത്ത് എൻ്റെ നാടെന്ന ചെറിയ സംഘടന, ആ ചെറിയ സംഘടന വലിയ കാര്യങ്ങളാണ് ഈ നാടിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണ് ഇവിടെ ശിവു തെക്കുംപുറം ചെയർമാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സംരംഭം കാഴ്ചവെച്ചിട്ടുണ്ട്. വായന സെൻറ് ജോർജ് പബ്ലിക് സ്കൂളിനെ കുറിച്ച് പറയുകയാണ്. വായനയ്ക്ക് വേണ്ടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇത്രയും സമയം വിദ്യാർത്ഥികൾക്ക് ആ ഒരു ദിശയിലേക്ക് തിരിച്ചുവിടാൻ സൈച്ചേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞു. തുടക്കത്തിലെ ആ വായനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തുവാനും ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ ആ ശീലം ഉണർത്തിയെടുക്കുവാനും നേതൃത്വം കൊടുക്കാനും ഒരു ചെറിയ കാര്യമല്ല. അത് നിർത്താതെ തുടർന്നു പോവുക എന്നുള്ളതാണ് വെല്ലുവിളി. കൃത്യമായ അടുക്കും ചിട്ടയോടെ അത് കൊണ്ടുപോയാൽ ഒരു പുതുതലമുറയെ നമുക്കിവിടെ വലിയ രീതിയിൽ വാർത്തെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും നമ്മൾ ലോക വിവരങ്ങൾ അറിയുന്നത് മൊബൈലിലൂടെയും TV-യിലൂടെയുമാണ്. എന്നാൽ പഴയ കാലത്ത് നമുക്കുണ്ടായിരുന്ന 2 മാധ്യമങ്ങളാണ്. ഒന്ന് പത്രവും മറ്റൊന്നെന്താ റേഡിയോ. റേഡിയോ പലപ്പോഴും നിന്നുപോയ ഒരു സാഹചര്യമാണ്. എന്നാൽ പത്രം ഇപ്പോഴും നിലയ്ക്കാതെ നിലനിന്ന് പോകുന്ന ഒരു സ്ഥാനമാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ വായനയെ, നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയെ കൂടുതൽ ത്വരിതപ്പെടുത്തുവാൻ, നമ്മുടെ ആലോചനകളെ കൂടുതൽ ചിന്താത്മകമാക്കാനൊക്കെയും ബോധിക്കുന്ന ഈ വായനാശീലത്തെ നമുക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ഇപ്രകാരം ക്രമീകരണം ചെയ്യുവാനിടയായിട്ടുള്ളത്. അപ്പോൾ ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടതായ ഈ ദിവസം എന്ന് പറയുന്നത് അതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. വേണൂർ തലത്തിൽ വായനം ആചരിക്കുന്ന ആദ്യ ദിവസമാണ് ഇന്ന് മുതൽ അടുത്ത ബുധനാഴ്ച വരെയുള്ളതായ ദിവസങ്ങളിലാണ് വായന വാരമായിട്ട് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ദിവസം തന്നെ ഇതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടതും ഒരു നിയോഗമായി കണ്ടുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നന്മയോടുകൂടിയ ഒരു വളർച്ച ഉണ്ടാകുവാൻ സാമൂഹികമായും അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുമ്പോൾ എല്ലാ തരത്തിലുമുള്ളതായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് ഈ യോഗത്തിലെ എല്ലാവിധമായ നന്മകളും നേർന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. മാതൃഭാഷയെ മലയാളം ഭാഷയെ പരിപോഷിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി 2003 അതായത് കൊല്ലം ജില്ലയിലെ ഏതാനും സ്കൂളുകൾ തുടങ്ങിയ നമ്മുടെ ഒരു പദ്ധതിയാണ് മധുരം മലയാളം എന്ന് പറയുന്നത്. ഓരോ കാലഘട്ടത്തിലും മാറി മാറി വരുന്ന ട്രെൻഡുകൾക്കനുസരിച്ച് വായന കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ദിവസത്തെ പറഞ്ഞ ലൈബ്രറികളുണ്ട്, ലൈബ്രറികളൊന്നും ആരും ഉപയോഗിക്കുന്നില്ല. അതിന് അവിടെ നിന്നും വായന തീരെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ആ ലക്ഷ്യം മുൻനിർത്തിയാണ് നമ്മൾ മധുരം മലയാളം എന്ന പദ്ധതി ഈ സ്കൂളിൽ ആരംഭിക്കുന്നത്. ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം, ഉത്തരം പറയണേ. നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാരാ? അതിൻ്റെ പേര് പറയാം, എല്ലാവർക്കും അറിയായിരിക്കും. അത് പറഞ്ഞു കൈവയ്ക്കോ പറഞ്ഞു. ഈ ശിവൻകുട്ടി എന്താ മോൻ്റെ പേര്? റോഹൻ നല്ലൊരു കൈ എടുത്തില്ലാരും. അപ്പം ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം നമ്മൾ പത്രത്തിലോ വരുമ്പോൾ അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അത് നമ്മുടെ വകുപ്പ് മന്ത്രിമാർ, അവരെ മന്ത്രാലയത്തിൻ്റെ പേര്, നമ്മുടെ സ്പീക്കർ ആരാണ്, വിദ്യാഭ്യാസ മന്ത്രി ആരാണ്. അപ്പോൾ രാവിലെ നമ്മൾ പത്രം കിട്ടുമ്പോൾ പത്രം ശരിക്കും എല്ലാവരും വായിക്കണം. ഭാവിയിലേക്കുള്ള മത്സര പരീക്ഷകൾക്ക് നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും.